വാമാ സ്വർഗരാജ്യ കഥ കേട്ട് വരപ്പോറ നന്മ ചെയ്യാം. വാമാ വാമാ. സ്നേഹം ചൊല്ലി ഭൂവിൽ നടന്ന യേശുവിൻ കഥ ചൊല്ലാം. പാപം തീർത്ത കഥ ചൊല്ലാം. പിറന്നത് ബത്ലഹേമിൽ, വളർന്നത് നസ്രത്തിലും. അപ്പനും അമ്മയ്ക്കും അരുമയ പുത്രൻ, ദൈവപുത്രനായിടുന്ന ക്രിസ്തുവല്ലോ അവൻ. കരുണ കാണിക്കും പരിശുദ്ധൻ, സ്നേഹ സത്യമോതിടുന്ന രാജാതിരാജൻ. ജെറുസലേം പള്ളിയിൽ പെസഹ മഹോത്സവം, യഹൂദരൊത്ത് ചേരുന്ന തിരുനാൾ ദിനം. ബലിയർപ്പണം പിന്നെ സ്തോത്രഗീതം, കൂട്ടരൊത്ത് സ്തുതികൾ പാടും തിരുനാളിന്ന്. ബാലനായ യേശുവൊത്ത് അമ്മയായ മേരിയൊത്ത്, ജോസഫാകും താതനുമായി പടിയിറങ്ങി. തിരുനാൾ കൂടാനെത്തി യേശു മുന്നേ നടന്നു, തൻ മകനെ കാണാനെത്തി മനമല്ലാതാകുന്നേ. അപ്പനും അമ്മയ്ക്കും ഊരിനും പേടിയായി, ബാലനാകും യേശുവിനായി നാട്ടുകൂട്ടം ഓട്ടമായി. ദൈവപുത്രൻ തർക്കത്തിൽ അന്നേരം ന്യായങ്ങൾ ചൊല്ലിക്കൊണ്ട് ന്യായാധിപന്മാർ. ദിവസങ്ങൾ 3 കഴിഞ്ഞു, പോയവർ തിരികെ വന്നതില്ല. പാപലേശമില്ലാതെ പിറന്നൊര കൺമണി. രാരീരം രാരീരം രാരോ, രാരീരം രാരീരം രാരോ. കുഞ്ഞുമുഖം കണ്ടപ്പോൾ, വിജ്ഞാനമറിഞ്ഞപ്പോൾ, സ്തബ്ധരായവരൊക്കെ അമ്മ മേരി വന്നെത്തി. ഭക്തിഭാവം പേറി നന്ദി ചൊല്ലി യാത്രയായി. വളർന്നു വന്നവൻ കാനായിലിരുന്നിലും അത്ഭുതം ചെയ്തു, അന്ധന് കാഴ്ച നൽകി. ബാധിച്ചു നിൽക്കുന്ന യൂദപ്രമാണികൾ ചുറ്റുമുണ്ടവരെ തേടിയെത്തി. ഒരു നാൾ യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോൾ, നോക്കുമ്പോൾ കുരിശുമരം തോളിലല്ലോ. ചാട്ടവാറടിയേറ്റ് മേനിയാകെ അലമുറയിട്ടവർ തള്ളിടുന്നു. ഗാഗുൽത്താമല കയറി കൈകാലുകൾ കെട്ടി ആടിയടിക്കുന്ന ദൈവപുത്രനെ. കല്ലുപോലായില്ലേ തല്ലിയുടച്ച വിഗ്രഹം പോലെയാ ദൈവപുത്രൻ. പിലാത്തോസ് വന്നെത്തി കുരിശിൽ ലിഖിതമായി എഴുതി വച്ചവൻ ശീർഷകമായി. യഹൂദന്മാരുടെ രാജാവായ നസ്രയക്കാരൻ ഈശോ. ലോകപാപങ്ങൾ എല്ലാം പൊറുക്കാൻ കുരിശിൽ രക്ഷയായി വന്നു ഭവിച്ചു. പാപിയെ കൈപ്പിടിക്കാൻ കൊതിച്ചതിൻ കൂലീതോ. ദൈവത്തിൻ സ്വരം കേട്ട് മനതിങ്കൽ ഉണ്ടായി വരേണം ദൈവകൃപ. നമ്മൾ തൻ മോഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം യേശുവാം നാഥന്റെ ബലിയോടു ചേർക്കൂ. ശക്തിയും മോദവും നമ്മിലും വന്നിടും, മനുഷ്യനു പുതിയൊരു സൃഷ്ടിയാകും. ദൈവ സ്നേഹത്തിന്റെ പാഠമിത്, ആകേണം നാം എല്ലാം ആ വിധത്തിൽ, ആകേണം നാം എല്ലാം ആ വിധത്തിൽ.